2019 ജാനുവരി മാസം 2-ാം തീയതി അന്ന് ഞങ്ങളൊക്കെ മന്നൻ ജയന്തി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ചങ്ങനാശ്ശേരിയിലാണ്. അന്ന് കാലത്ത് വന്ന പത്രവാർത്ത, 2 യുവതികളെ പുരുഷവേഷം കെട്ടിച്ച് സന്നിധാനത്തിലേക്ക് കയറ്റി. ഇത് പറയുന്ന മറ്റാരുമല്ല, ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ വെച്ച് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തി. ഞാൻ ഇന്ന് ഓർക്കുന്നത്, അന്ന് NSS ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു, ശബരിമല ആചാരങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് തന്നെ നടയടയ്ക്കാൻ തന്ത്രി തീരുമാനിച്ചു. ആ തന്ത്രി കുടുംബത്തിനോട് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. അത് കഴിഞ്ഞ് അവിടെ ശുദ്ധി വരുത്തി, ഭീമശുദ്ധി വരുത്തി, നട വീണ്ടും തുറന്നു. പക്ഷെ അതിനുശേഷം അന്ന് ഇതിന് നേതൃത്വം നൽകിയ തന്ത്രി കണ്ട് രാജീവരെ അങ്ങേയറ്റം അപമാനിക്കുന്ന പ്രസ്താവനകൾ മുഖ്യമന്ത്രി നടത്തി, മന്ത്രിമാർ നടത്തി. എന്നാൽ അവസാനം സുപ്രീം കോടതി പറഞ്ഞു, ഞങ്ങൾ തൽക്കാലം വിധി നടപ്പാക്കാൻ നിർബന്ധിക്കുന്നില്ല. ഇപ്പോഴതിൽ നിൽക്കുകയാണ് കാര്യം. ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ ദോഷമുണ്ടാകും എന്ന് ആരോ പറഞ്ഞതനുസരിച്ച് ഞാനിവിടെ വരുമ്പോൾ ശ്രീ ബാലകൃഷ്ണൻ പെരിയ ഒരു ജ്യോത്സ്യൻ്റെ പേരൊക്കെ പറഞ്ഞു, എൻ്റെയും കൂടെ സുഹൃത്തായതുകൊണ്ട് ഞാൻ ആ പേര് പറയുന്നില്ല.